ഇനി അയാൾ എന്തൊക്കെയാണ് പറയാന്ന് അറിയില്ല. എനിക്ക് ശിവൻ നിന്ന് കേൾക്കാൻ വയ്യാന്നാ. അപ്പോഴും അയാൾ വിട്ടില്ല. വീണ്ടും ശിവനെ പറ്റി പറഞ്ഞു. ചുടലഭസ്മം ദേഹത്ത് ധരിച്ചാൽ നല്ല മണായിരിക്കും കിട്ടോ. രാവിലെ കുളിച്ചിട്ട് നവാഗത്തിന് വന്നിട്ട് മുടി കെട്ടിവെച്ചത് പോയിട്ട് വീട്ടിൽ ചെന്നൊന്ന് അഴിക്കുമ്പോ വരുന്ന മണമുണ്ടല്ലോ, അതേ കഷ്ടാണ്. അങ്ങനെയെങ്കിൽ ഏത് നേരവും ഈറനായിരിക്കുന്ന അയാളുടെ മുടിയുടെ സ്ഥിതി എന്താ എന്നുള്ളതാ. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ പാർവതി ദേവി പറഞ്ഞു, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇത്രമാത്രം തന്റെ പതിയെ പറ്റി മോശമായി വിശദീകരിച്ചിട്ട് വേറൊരാൾ തന്റെ ചെവിയിൽ കേൾപ്പിച്ചെങ്കില് ഇനി ജീവിക്കാൻ പാടില്ല. ദേവി എന്ത് ചെയ്തെന്നറിയോ? വളരെ പെട്ടെന്ന് തന്നെ മനസ്സുകൊണ്ട് അവിടെ അഗ്നി കൂട്ടി ആ അഗ്നിയിലേക്ക് ദേവി ഇറങ്ങി. ഇപ്പൊ അഗ്നിയിലേക്ക് ദേവി ഇറങ്ങി നിൽക്കുമ്പോ അഗ്നികുണ്ഡത്തിന്റെ മുകളിലായിക്കൊണ്ട് പരമശിവൻ ഈ വിട്ടുവേഷത്തിൽ നിൽക്കുന്നുണ്ട്. ദേവി ഇതിനകത്ത് ഇറങ്ങിയപ്പോഴാണത്രേ നല്ല തണുപ്പ്, -4 ഡിഗ്രിയാണത്രേ ഇപ്പൊ അവിടുത്തെ. അങ്ങനെ ആയപ്പോ ദേവി കുളിരാൻ തുടങ്ങി. എവിടെ കിടന്നിട്ട്? തീയിനകത്ത് വല്ലാത്ത തണുപ്പ്. അപ്പൊ ദേവി ഇങ്ങനെ പല്ലുകടിച്ചിങ്ങനെ ആടിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോഴാണ് പരമശിവൻ ചിരിച്ചുകൊണ്ട് കൈ ഇങ്ങനെ കാണിച്ചു അത്രേ. യഥാർത്ഥ രൂപത്തിൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് ദേവിയെ അഗ്നിയിൽ നിന്ന് പിടിച്ചു കയറ്റിയിട്ട് ദേവിയോട് പറഞ്ഞു, നിന്നെ ഞാൻ കല്യാണം കഴിക്കാത്തോന്ന്. ഇത് കേട്ടപ്പോ ദേവിക്ക് സന്തോഷമായി. പരമശിവൻ ദേവിയോട് യാത്രയും പറഞ്ഞ് നടന്നു. 4 അടി നടന്നപ്പോഴാണ് പരമശിവൻ ദേവി ആലോചിച്ചത്, എന്തോ ഒന്ന് പറയാനുണ്ട്. അതുകൊണ്ട് പരമശിവനെ ഭഗവാനെ എന്ന് തിരിച്ചു വിളിച്ചു അത്രേ. ഭഗവാൻ ആ വിളി കേട്ടപ്പോ തിരിച്ചു വീണ്ടും പാർവതി ദേവിയുടെ അരികിൽ വന്ന് താടി ഉയർത്തിയിട്ട് ചോദിച്ചു, എന്താണ് പ്രശ്നം? ഇപ്പൊ ദേവി പതുക്കെ പറഞ്ഞു, കഴിഞ്ഞ ജന്മം കല്യാണം കഴിച്ച മാതിരി കല്യാണം കഴിക്കണ്ട. എന്റെ അച്ഛനോടും അമ്മയോടും എന്റെ വീട്ടിൽ വന്ന് പെണ്ണു ചോദിച്ച് കല്യാണം കഴിക്കണം എന്ന് പറയാം. ഇത് കേട്ടപ്പോ ഭഗവാൻ പറഞ്ഞു, അതിനെന്താ, വരാമല്ലോ എന്ന് പറഞ്ഞ് ഭഗവാൻ മാഞ്ഞു പോയി. പാർവതി ദേവിയും തോഴിമാരും ഒക്കെ വളരെ സന്തോഷത്തോടു കൂടി മേനാദേവിയുടെ കൊട്ടാരത്തിലേക്ക് ഓടിച്ചെന്ന് ഹിമവാനോടും എല്ലാവരോടും പറഞ്ഞു, പരമശിവൻ പാർവതിയെ കല്യാണം കഴിക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ടെന്ന്. അത് കേട്ടപ്പോ വളരെ സന്തോഷമായി. ദേവിമാര് സകല ലോകത്തുമുള്ള ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി. പാട്ടും കൂത്തും പാർവതി ദേവിയുടെ സഖിമാരും ഒക്കെ വന്ന് ചേർന്ന് മേനാദേവിയുടെ കൊട്ടാരത്തിന് പാട്ടും കൂത്തും ഒക്കെ ആയി. വളരെ സന്തോഷമാണ്. എന്റെ മകളെ പരമശിവൻ കല്യാണം കഴിക്കാമെന്ന് നേരിൽ കണ്ട് അനുഗ്രഹം തന്നതാണ്. വിവാഹം നടക്കും. അവർക്കൊക്കെ വളരെ സന്തോഷമായി. അങ്ങനെ സന്തോഷമായപ്പോ ആ കൊട്ടാരത്തിനകത്ത് എല്ലാ പെൺകുട്ടികളും നൃത്തവും പാട്ടും അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ കൊണ്ട് ഏതും കളിയൊക്കെയായി. അങ്ങനെ സുന്ദരിമാരായ പെൺകുട്ടികളൊക്കെ വട്ടത്തിൽ നിന്ന് തിരുവാതിരയും കളിച്ചു. അങ്ങനെ ആഘോഷം മുറുകുന്നതിന്റെ ഇടയ്ക്ക് അതാ പ്രധാന ഗോപുരവാതിൽ കടന്ന് ഒരു പാമ്പാട്ടി വരുന്നു. അവന്റെ കയ്യിൽ വലിയൊരു പാമ്പിന്റെ ആ കൂടയുണ്ട്. തലയൊക്കെ വളരെ ഭംഗിയിൽ കെട്ടിയിട്ടുണ്ട്. കണ്ണ് നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. അതിസുന്ദരനാണ്. ഇങ്ങനെ സുന്ദര വേഷമാകുന്നത് നൃത്തം കളിക്കാൻ വരുമ്പോ വേഷം കെട്ടുന്നതാണെന്ന് കരുതി. അപ്പൊ വേഷമൊക്കെ കെട്ടിയിട്ടാണ് നൃത്തം വരുന്നത്. അവനാവട്ടെ പാമ്പാട്ടിയാണ്. പാമ്പിനെ കൊണ്ടുവന്ന് ആ മേനാദേവിയുടെ മുന്നില്, മേനാദേവി ആവട്ടെ തന്റെ പൂമുഖത്ത് ആ ആട്ടുകട്ടിലിൽ കടന്നിട്ടാണത്രേ ഈ പുറത്ത് നടക്കുന്നതായ പെൺകുട്ടികളുടെ നൃത്തമൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോ ഇവൻ വരുന്നത് കണ്ടപ്പോ മേനാദേവി നോക്കി. പെൺകുട്ടികളൊക്കെ മാറി. അവിടെ സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മേനാദേവിയുടെ കൊട്ടാരമല്ലേ. അവൻ അങ്ങനെ കടന്നു വന്ന് മേനാദേവിയുടെ ആ പൂമുഖത്തിന്റെ ചുവട്ടില്, പടവുകളുടെ ചുവട്ടില് പാമ്പിന്റെ കൂട് വെച്ചു. എന്നിട്ട് മേനെ ഒന്ന് തൊഴുതിട്ട് അയാൾ ഗംഭീരമായ നടരാജ നൃത്തം കളിച്ചു. കാലുകൊണ്ട് നെറ്റിയിൽ തൊടുന്നുണ്ട്. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയോ നിങ്ങള്? ഭഗവാനും ഭഗവതിയും മത്സരിച്ച് നൃത്തം ചെയ്തതായ ആ ഭാഗം അവിടെ കണ്ടു നിങ്ങള്? വളരെ ഭംഗിയായിട്ട് തന്റെ കാലുകൊണ്ട് നൃത്തത്തിനിടയ്ക്ക് അയാൾ നെറ്റിയിൽ തൊടുകയും ചെയ്തു. അങ്ങനെയൊക്കെ അയാൾ നൃത്തം ചെയ്ത് വളരെ ഭംഗിയായി. പിന്നീട് അയാൾ നൃത്തം നിർത്തി.
പാമ്പാവട്ടെ അയാളുടെ താളത്തിനൊത്ത് പത്തി വിടർത്തി ആടുന്നതും കണ്ടു. പാമ്പാട്ടി കളി നിർത്തി കൂടെ അടച്ചു. ആ സന്ദർഭത്തില് മേനാദേവി പൂമുഖത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പാമ്പാട്ടി ഇങ്ങനെ വിളിച്ചു, ഇവിടെ വാടൂ, ഇവിടെ വരൂ എന്ന് പറയാം. പാമ്പാട്ടി അടുത്ത് ചെന്ന് മേനാദേവി ഒന്ന് വണങ്ങി അവിടെ നിന്നു. എന്റെ മകളെ പരമശിവൻ കല്യാണം കഴിക്കാനും വാക്ക് തന്നിട്ടുണ്ട് ഇന്നലെ. അയാള് അങ്ങനെയാണ് പരമശിവൻ വാക്ക് കൊടുക്കുന്നവനല്ല. എന്റെ കുട്ടി എത്ര ബുദ്ധിമുട്ടിയെന്നറിയോ? അങ്ങനെ എന്റെ കുട്ടിയുടെ പ്രാർത്ഥന കണ്ട് തൃപ്തിപ്പെട്ട ഭഗവാൻ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ ദിവസമാണ് ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമായി. അതിന്റെ ഇടയ്ക്കാണ് നിന്റെ ഈ നൃത്തം, അത് അതിലേറെ കേമം എന്ന് പറഞ്ഞിട്ട് അടുത്ത് നിൽക്കുന്ന തോഴിയോട് മേനാദേവി പറഞ്ഞു, ഇവന് ഒരു പിടി അരിയും 2 കപ്പലമുളകും എത്ര ഉപ്പും ഒരു പാത്രത്തിൽ വെച്ചു കൊടുക്കൂന്ന്. പെട്ടെന്ന് തന്നെ എന്തോ ചില്ലറ നാണയം ഒക്കെ ആയി ഒരു തോഴി പാമ്പാട്ടിയുടെ മുന്നിൽ വെച്ചു കൊടുത്തു. പാമ്പാട്ടി ആ വെച്ച സാധനത്തിലേക്ക് നല്ലവണ്ണം ഒന്ന് നോക്കിയത്രേ. അതിനുശേഷം മേനാദേവി ഒന്നിനെ നോക്കി. മേനാദേവിക്ക് കാര്യം മനസ്സിലായി. ഇപ്പോഴത്തെ ഭിക്ഷക്കാർക്ക് എന്ത് കിട്ടിയാലും തൃപ്തി വരില്ല. അതെനിക്കറിയാം. നിനക്ക് ഞാൻ ഇതൊക്കെ തന്നത് നിനക്ക് തൃപ്തിയായിട്ടില്ല അല്ലേ? അല്ല, നിനക്ക് എന്താ ഇനി വേണ്ടത് എന്നിങ്ങനെ കൈ കാണിച്ച് ദേഷ്യത്തോടു കൂടി അല്പശുദ്ധിയോടുകൂടി ചോദിച്ചു. പാമ്പാട്ടി ഇത് കേട്ടപ്പോ ചിരിച്ചിട്ട് തന്റെ മകുടി ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഈ മകുടി ഇവിടെ നിൽക്കുന്നതായ പെൺകുട്ടികളുടെ ഒക്കെ നേരെ ഇങ്ങനെ ചൂണ്ടി കൊണ്ടുപോയി വടക്കു ഭാഗത്തെ മട്ടുപ്പാവിന്റെ മുകളില് പാർവതി ദേവി നിൽക്കുന്നുണ്ട്. അവിടേക്ക് ചൂണ്ടിട്ട് ചോദിക്കുകയാണേ, അതിന് എനിക്ക് തരുമോന്ന്. ഇതിന് പകരം ഏത് മതി? ആ നിൽക്കുന്ന പെൺകുട്ടി മതിയെന്ന്. ഇത് കേട്ടപ്പോ മേനാദേവിക്കൊരു ദേഷ്യം വരാനുണ്ട്. അവര് പറഞ്ഞു, നിസാരനായ ഒരു പാമ്പാട്ടിക്ക് എന്റെ മകള് പരമശിവന് കൊടുക്കാമെന്ന് വെച്ച മകളോടാണത്രേ പ്രേമം. അവനിതാണ് ആ പെൺകുട്ടി വേണമെന്നാണ് അവൻ പറയുന്നത്. ഇവന് തല്ലിക്കൊല്ലാൻ ആരുമില്ല എന്നാണ് അത്ര ചോദിച്ചത്. ഇത് കേട്ട ഉടനെ 2 സേവകന്മാർ ഓടിച്ചെന്ന് ആ പാമ്പാട്ടിയുടെ 2 ഭാഗത്തും കൈക്കൽ ഇങ്ങനെ പിടിച്ചു. വിരിഞ്ഞ് കെട്ടി കൊണ്ടുപോകാനാണ് അവരുടെ ശ്രമം. പക്ഷെ അവരെ തെറിപ്പിച്ച് തള്ളി മാറ്റി അവിടെ നിന്ന് മാഞ്ഞു പോയി. മായുന്നതിന് തൊട്ടു മുൻപ് പരമശിവന്റെ രൂപം കാണിച്ചു പോയി. പാർവതി ദേവി ഓടി വന്നു, അമ്മ എന്തു പണിയാ കാണിച്ചത്? അയാൾ പെണ്ണ് ചോദിക്കാനല്ലേ വന്നത്? അല്ല, ഇങ്ങനെയാ പെണ്ണ് ചോദിക്കുക? വളരെ നന്നായി. അമ്മ അങ്ങനെയും പാർവതിയോട് മറുപടി പറഞ്ഞു. അങ്ങനെ പരമശിവൻ തന്റെ അമ്മയോട് തന്നെ ചൂണ്ടിക്കാണിച്ച് പെണ്ണ് തരുമോ എന്ന് ചോദിച്ച് സ്ഥലം വിട്ടു. ഈ വിവരം ഹിമവാൻ അറിഞ്ഞു. സപ്തർഷികളെ വിളിച്ച് പരമശിവന്റെ അരികിലേക്ക് തെറ്റുപറഞ്ഞ് പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വരണമെന്ന് ആവശ്യപ്പെട്ടു. അവിടെ ചെന്നപ്പോ പരമശിവൻ പറയണേ, എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല. അങ്ങനെ സപ്തർഷികള് ദേവന്മാരെ ചെന്ന് കണ്ടു. അവരൊക്കെ ദേവന്മാര് സപ്തർഷികളുടെ പുറകിൽ നടന്നു. വിവാഹം നടക്കണം. എന്താ കാരണം? താരകാസുരനെ കൊല്ലാനായിട്ട് മകൻ ഉണ്ടാവണം. അങ്ങനെ ദേവന്മാര് സപ്തർഷികളുടെ പുറകിൽ നിങ്ങൾ വീണ്ടും പോകണം. അങ്ങോട്ടും ഇങ്ങോട്ടും പലതവണ പലരും പോയിട്ടും പരമശിവൻ വിവാഹത്തിന് താല്പര്യപ്പെട്ടില്ല. അവസാനം സപ്തർഷികളോട് തന്നെ പറഞ്ഞു, ഞാൻ വലിയ ഗുണമില്ലെന്ന് ആ മേനാദേവിയോട് പറഞ്ഞാൽ കല്യാണം മുടങ്ങി കിട്ടും എന്ന് പറയാണ്. അങ്ങനെ സപ്തർഷികള് ഭഗവാനോട് ചോദിച്ചു, അല്ല ഭഗവാനെ, ഭഗവാൻ ആ ദേവിയല്ലാതെ വേറൊരാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല, എന്നിട്ടും ഈ കല്യാണം മുടക്കം പറയുന്നതിന്റെ കാരണം എന്താ? ഭഗവാൻ പറഞ്ഞു, ലോകത്തിന്റെ നിലനിൽപ്പ്. ദേവി ഭാഗവത്തിൽ ഇനിയിപ്പോ നാളെ പറയും, പലക കഷ്ണത്തിൽ ആണിയടിക്കുന്നത് മാതിരി ഈ മലകളൊക്കെ അവിടെ വെച്ചിട്ടാണ് ഈ ഭൂമി ഇങ്ങനെ ഈ വെള്ളത്തിന്റെ മുകളില് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഈ മലകൾക്കൊക്കെ മോക്ഷം കിട്ടും, ഹിമവാന് മോക്ഷം കിട്ടും, ഞാൻ പാർവതി ദേവിയെ മനസ്സറിഞ്ഞ് എനിക്ക് തന്നാൽ. അപ്പോ പാർവതി ദേവിയെ വിവാഹം കഴിക്കുമ്പോൾ എന്റെ ഭക്തന്മാർക്ക് ദോഷം വരാത്ത രീതിയിൽ കഴിക്കാൻ ഈ മലകളൊക്കെ ഇവിടെ നിർത്താൻ ഹിമവാനോട് വിരോധം വരുത്തുക തന്നെ വേണമെന്നാണ്.
അങ്ങനെ വീണ്ടും പ്രശ്നമാക്കി. ആ ഭഗവാൻ ദേവിയെ വേണ്ടെന്നൊക്കെ പറഞ്ഞു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ വീണ്ടും ദേവന്മാര് ദേവന്മാര് ചെന്ന് ഭഗവാനെ ചെന്ന് കണ്ട് പാർവതി ദേവിയുടെ കല്യാണത്തിന് പ്രേരിപ്പിച്ചു. മഹാവിഷ്ണുവാണ് അതിന് മുന്നിൽ നിന്നത്. അങ്ങനെ ഭഗവാൻ ഇടപെട്ടത് കൊണ്ട് മാത്രം ആ കല്യാണം കഴിക്കാമെന്ന് പരമശിവൻ സമ്മതിച്ചു. സമ്മതിച്ചപ്പോഴല്ലേ എല്ലാവരും പരമശിവന്റെ അടുത്തേക്കാണ് ഓട്ടം. എന്താണ്? ദിവസവും പരമശിവനെ കാണാൻ ആളുകൾ പോവാണ്. പരമശിവന് വിവാഹമാണ്. അങ്ങനെ പരമശിവന്റെ വിവാഹമാണെന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാ ദേവന്മാരും എല്ലാ ഋഷിവര്യന്മാരും പരമശിവന്റെ കൊട്ടാരത്തിലേക്ക് കൈലാസത്തിൽ ചെന്ന് പരമശിവനെ നേരത്തെ കണ്ട് ഒക്കെ പരമശിവന് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. പരമശിവനോട് പരമശിവന്റെ അനുഗ്രഹവും വാങ്ങുന്നവരുണ്ട്. അങ്ങനെയൊക്കെ കല്യാണം തീരുമാനിക്കപ്പെട്ടു. പരമശിവൻ ശുഭമുഹൂർത്തത്തിൽ കല്യാണത്തിനായി കൊണ്ട് ഇറങ്ങിയപ്പോ പരമശിവന്റെ പുറകിലാണ് ദേവന്മാര്, ഗന്ധർവന്മാര്, നാഗന്മാര്, കിന്നരന്മാര്, മനുഷ്യന്മാര്, ഈശ്വരന്മാര് ഒക്കെ പരമശിവന്റെ കൂടെ കൂടി. എന്തിനാന്നറിയോ? കല്യാണ പന്തലിൽ ആണിന്റെ വീട്ടുകാർക്കാണ് അത്രേ ആദ്യം സദ്യ വിളമ്പുക. അതൊക്കെ പഴയ കാലം അല്ലേ? ഏതായാലും ഇവരൊക്കെ പരമശിവന്റെ പുറകിൽ അങ്ങോട്ട് കൂടി. പരമശിവനാണ് ഈശ്വരന്മാരിൽ ഏറ്റവും വലിയത്. അല്ലെങ്കിൽ പരമശിവനോളം കഴിവുള്ള ഒരു ഈശ്വരൻ വേറൊരു ഈശ്വരൻ ഇല്ല. ഏതായാലും അങ്ങനെ എല്ലാവരും കൂടി പരമശിവനെ എഴുന്നള്ളിച്ചു കൊണ്ടുവരികയാണ്. പാട്ടും കൂത്തും ബഹളവുമായിട്ട് ജയശങ്കര ശിവശങ്കര ജയശങ്കര ശിവശങ്കര എന്നിങ്ങനെയൊക്കെ സ്തുതിച്ചുകൊണ്ട് ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മേനാദേവി അറിഞ്ഞു പരമശിവൻ കല്യാണത്തിന് പുറപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പൊ മേനാദേവി അടുത്തിരിക്കുന്നതായ അരുന്ധതി ദേവിയോട്, ഈ അരുന്ധതി ദേവിയാണ് ആദ്യത്തെ സ്ത്രീയായിട്ട് ബ്രഹ്മദേവൻ സൃഷ്ടിച്ചത്.